ട്രിപ്പിൻ്റെ വഴിയിലാണ്, വാൽപ്പാറയാണ്. ഇപ്പോൾ ഈ KTMൻ്റെ റിം ഇട്ടപ്പം കറക്റ്റ് ആ ഒരു സൈസ്. പിന്നെ ഇതുപോലെ ഡബിൾ ഡിസ്ക് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ KTMൻ്റെ വീലെടുക്കുമ്പോൾ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഹോൾസ് എല്ലാം സെയിം ആണ്, പക്ഷേ യൂസ് ചെയ്തിട്ടുള്ള ഈ ആക്സിൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ എൻ്റെ വണ്ടിയുടെ ഒരു 2 വീഡിയോസ് നിങ്ങൾ മിക്കവാറും കണ്ടിട്ടുണ്ടാവും. ചെയ്ത വർക്ക്സൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഒന്ന് നമ്മൾ ഫസ്റ്റ് ഓവറായിട്ടുള്ള ഒരു ഓവർവ്യൂ ചെയ്തു. അതിനുശേഷം നമ്മൾ വണ്ടിയുടെ ഡിസ്കിനെ പറ്റി ചെയ്തു. ഇനി നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന സാധനം ഈ വണ്ടിയുടെ വീൽസിനെ പറ്റി. അത് ജസ്റ്റ് ഷോർട്ടായിട്ടൊരു വീഡിയോ ചെയ്തിട്ട് നമുക്ക് നിർത്താം, എന്നിട്ട് അടുത്ത ടോപ്പിക്ക് തുടങ്ങാം. വീൽസ് എന്ന് പറഞ്ഞാൽ ഫ്രണ്ടും ബാക്കും ബ്ലാക്ക് കളറുള്ള KTMൻ്റെ വീൽസാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ യൂസ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ചുകൂടി വൈഡർ റിമ്മാണ്. ഞാനിവിടെ ഇരുന്ന് സംസാരിക്കട്ടോ, ആകെ ക്ഷീണിച്ചിട്ടുണ്ട്. ട്രിപ്പിൻ്റെ വഴിയിലാണ്, വാൽപ്പാറയാണ്. KTMൻ്റെ വീൽസ് ഏകദേശം 4 ഇഞ്ചാണ് വീതി. നമ്മുടെ RSൻ്റെ 3.5 ഇഞ്ചസ് ഉള്ളൂ, 3.5 ഇഞ്ചുള്ളൂ. ഇത് 4 ഇഞ്ചുണ്ട്. ഇത് 2.5 ഇഞ്ചാണ് നമ്മളെ സ്റ്റോക്ക് വരിക RSൻ്റെ. KTMൻ്റെ വീൽസ് 3 ഇഞ്ചുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഈ വീൽ ഇത്രയും വീതി ഉള്ളതുകൊണ്ട് KTMൻ്റെ ടയർ സൈസ് ഇടാൻ പറ്റും. KTMൻ്റെ ടയർ സൈസ് തന്നെയാണ് ആൾറെഡി ഞാൻ ഇട്ടിരുന്നത്. പക്ഷേ നമ്മുടെ ചെറിയ റിമ്മായതുകൊണ്ട് ടയറിങ് ആകെ ഉരുണ്ടിങ്ങനെ കയറി നിൽക്കും. ഇപ്പോൾ ഈ KTMൻ്റെ റിം ഇട്ടപ്പം കറക്റ്റ് ആ ഒരു സൈസ് എനിക്ക് ഫുള്ള് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഏകദേശം ഈ എഡ്ജ് വരെ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റേ ഏകദേശം ഇവിടെ വരെയൊക്കെ എത്തുള്ളൂ, ബാക്കി ഇങ്ങോട്ട് ഉരുണ്ട് കയറും. അപ്പോൾ അത്ര യൂസബിലിറ്റി കിട്ടുന്നുണ്ട്, നല്ല ഹാൻഡിലിങ് കിട്ടുന്നുണ്ട്, നല്ല ഇതൊക്കെ തന്നെ നല്ല പെർഫോമൻസും കിട്ടുന്നുണ്ട് വണ്ടിയുടെ ഈ ഒരു ഹാൻഡിലിങ്ങിൻ്റെ കാര്യത്തിൽ നിന്ന്. അപ്പോൾ ഈ വീലെങ്ങനെ കയറ്റിയെന്ന് വെച്ചാൽ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു കസ്റ്റം ആക്സിലാണ് ഉണ്ടാക്കി. ഇപ്പോൾ ഈ KTMൻ്റെ വീലിൽ കയറുന്ന രീതിയിൽ അങ്ങനെ അതിൻ്റെ പിന്നെ ഒരു സ്പേസേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് സെറ്റാക്കിയതാണ് ഫ്രണ്ട് വീല്. അതും ഈ ഫ്രണ്ട് വീല് ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് വർക്ക് ചെയ്തെടുത്തിട്ടാണ് ഇതിൻ്റെ ഡബിൾ മോജോ ഡിസ്ക് കയറ്റിയത്. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും പ്ലേറ്റ് അടിച്ചിട്ടാണ് കയറ്റിയത്. പിന്നെ ഇതുപോലെ ഡബിൾ ഡിസ്ക് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർ KTMൻ്റെ വീലെടുക്കുമ്പോൾ പഴയ ഓൾഡ് മോഡൽ ഡ്യൂക്കിൻ്റെ വീലെടുക്കരുത്. പുതിയ മോഡൽ BS4 ടൈപ്പ് വണ്ടികളുടെ, അതായത് വലിയ ഹബ്ബുള്ളത്. ഇതിപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റും റൈറ്റും സൈഡുണ്ട്. ഇതിൻ്റെ ഈ ലെഫ്റ്റിലെ ഈ ഹബ്ബ് ഈ റൈറ്റ് സൈഡിലെ ഈ ഹബ്ബ് വലുതുള്ള വീല് വേണം എടുക്കാൻ. അതായത് BS4ൻ്റെ വീല് എന്നൊക്കെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് ഒന്ന് കിട്ടും. ഇനിയിപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെ പാർട്സൊക്കെ സോഴ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി. എനിക്ക് എൻ്റെ കണക്ഷൻസിൽ അറിവുണ്ടെങ്കിൽ ഞാൻ എന്തായാലും റെഡിയാക്കി തരാം. പിന്നെ ബാക്ക് വീലിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ബാക്ക് വീൽ ഏകദേശം 4 ഇഞ്ചുണ്ട്. ഞാനിപ്പോൾ ഇട്ട് 150/60 അപ്പോളോ ആൽഫ H1 ആണ് ടയർ സൈസ്. അതിൽ KTMൻ്റെ ഡിസ്ക് മാത്രമേ ശരിക്കും സെറ്റ് ആവുള്ളൂ. പക്ഷേ RSൻ്റെ ഡിസ്ക് വെച്ച് നോക്കിയപ്പോൾ RSൻ്റെ ഡിസ്കും KTMൻ്റെ ഡിസ്കും സൈസ് സെയിമാണ്, 230 mm ആണ്. പക്ഷേ RSൻ്റെ ഡിസ്കിൽ ഒരു ഹെഡ് കയറി നിൽക്കുന്ന ഒരു അല്ലെങ്കിൽ ബോൾട്ടാണ് വരുന്നത് ബോൾട്ട് ചെയ്യാൻ. പക്ഷേ KTMൻ്റെ പരന്ന ബോൾട്ടുകളാണ് വരുന്നത്. അതിൻ്റെ സ്റ്റൈലൊക്കെ ഉള്ള വ്യത്യാസം കൊണ്ടാണ് അങ്ങനെ. ആ ഒരു വേറെ ഡിസൈനാണ്. ഇപ്പം ഞാൻ നോക്കിയപ്പോൾ ഹോൾസ് എല്ലാം സെയിം ആണ്, പക്ഷേ ചെറുതാണെന്നുള്ളൂ. അപ്പം പിന്നെ നമ്മൾ അതിൻ്റെ എല്ലാത്തിൻ്റെയും ഹോൾസ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഈ വലിയ ബോൾട്ട് ഇട്ടിട്ട് ഈ പരന്ന ഹെഡുള്ള ബോൾട്ട് ഇട്ടിട്ട് കയറ്റി. പിന്നെ അതിൻ്റെ മേലെ നമ്മളെ RSൻ്റെ ABS സെൻസറിൻ്റെ ഡിസ്കും വെച്ചു. അപ്പോൾ ഏകദേശം കംപ്ലീറ്റ് സെറ്റായി. പിന്നെ ഈ വീല് കയറ്റിയതെന്ന് പറഞ്ഞാൽ KTMൻ്റെ സ്വിംഗാമിലാണ്. സ്വിംഗാമിനും ഇതൊക്കെ ഉണ്ടായിട്ടുള്ള അതിൻ്റെ അഡ്വാൻറ്റേജും കാര്യങ്ങളും ഞാൻ വേറെ ഒരു സെക്ഷനായിട്ട് തന്നെ പറഞ്ഞുതരാം. ഇപ്പോൾ വീല് നമുക്ക് തീർക്കാം. ഇതിൽ പിന്നെ യൂസ് ചെയ്തിട്ടുള്ള ഈ ആക്സിൽ ഇത് RSൻ്റെ ആക്സിൽ തന്നെയാണ്. ഇതിപ്പോൾ ഇത്രയും ലെങ്ത്ത് ഇങ്ങോട്ട് എക്സ്ട്രാ ഉള്ളതുകൊണ്ട് ഒരു സ്പേസറൊക്കെ ഇട്ടിട്ട് അവിടെ നെട്ടിട്ട് ടൈറ്റ് ചെയ്ത് വെച്ചാൽ അത്ര ഇത് ആവശ്യമില്ല KTMൻ്റെ സ്വിംഗാമിലിടുമ്പോൾ. പിന്നെ ഈ വീല് യൂസ് ചെയ്തപ്പോൾ ഇതിൽ വേറെ പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഇത് KTMൻ്റെ വീലാണ്, പക്ഷേ ഇതിൻ്റെ സ്പ്രോക്കറ്റിൻ്റെ ഹബ്ബും RSൻ്റെ തന്നെയാണ്. അല്ല, സ്പ്രോക്കറ്റ് NSൻ്റെതാണ്, ചെയിൻ സ്പ്രോക്കറ്റ് NS200ൻ്റെതാണ്. പക്ഷേ സ്പ്രോക്കറ്റിൻ്റെ ഹബ്ബ് RS200ൻ്റെ. അത് ഈ വീൽസിൽ ഡയറക്റ്റ് ഫിറ്റ് ആവും. അതായത് ഈ സ്പ്രോക്കറ്റിൻ്റെ ഹബ്ബ് KTMൻ്റെ വീലിൽ കയറ്റി കഴിഞ്ഞാൽ നിങ്ങൾക്ക് NSൻ്റെയോ RSൻ്റെയോ ചെയിൻ സ്പ്രോക്കറ്റ്സ് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ മനസ്സിലാക്കുന്ന പ്രകാരം KTMൻ്റെ സ്പ്രോക്കറ്റ് ഹബ്ബ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് KTMൻ്റെ സ്പ്രോക്കറ്റ് കയറ്റിയിട്ട് RSൽ യൂസ് ചെയ്യാം. അപ്പോൾ അത് സിമ്പിൾ ലോജിക്കാണ്. ഇത് ഫിറ്റ് ആവുന്നുണ്ടെങ്കിൽ അതും ഫിറ്റാവും. അപ്പോൾ അതാണ് KTMൻ്റെ വീലിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇത് ഇത്തിരി കൂടെ നിങ്ങൾക്കറിയാലോ, ബജാജിൻ്റെ അത്ര സ്ട്രെങ്ത് ഉള്ള വീലല്ല, കുറച്ച് എന്താ പറയുക, ഇത്തിരി കൂടെ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് അറിയാലോ. ആ ഒരു രീതിയിൽ KTMസിൻ്റെ ബൈക്സിനൊക്കെ വേണ്ടിയിട്ട് ആ ലൈറ്റ് വെയ്റ്റ് ആയിട്ട് പുള്ള് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് മേക്ക് ചെയ്തിട്ടുള്ള വീൽസാണ്.
അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു കെയറിൽ നമ്മൾ കൊണ്ടു നടക്കണം. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. നമ്മൾ ഈ പണ്ടത്തെ ആദ്യം ഈ കുണ്ടും കുഴിയും ചാടിക്കുന്ന കളികളൊന്നും ഇപ്പോൾ ചെയ്യാൻ നിൽക്കാൻ പാടില്ല. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ വീലിനെ പറ്റിയുള്ള ഏകദേശം ഡൗട്ട്സൊക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഡൗട്ട്സോ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇവിടെ താഴെ കമൻറ്റ് ചെയ്യുക. അതൊരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കാണുന്ന എന്തായാലും റിപ്ലൈസ് തരാം. അപ്പോൾ ഞാൻ വിടട്ടെ, എനിക്ക് പോകാനുള്ള സമയമായി. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ പുതിയ ഒരു സാധനത്തിനെ പറ്റിയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ട് വരാം. അപ്പോൾ ഓക്കെ, കാണാം.